ഈ ഗ്രാമത്തിൽ വർഷങ്ങളായി ഒരു വിചിത്രമായ ആചാരം നടന്നു പോരുന്നുണ്ട്. ഗ്രാമത്തിലെ പെൺകുട്ടികളിൽ ആരെങ്കിലും പ്രായപൂർത്തിയാവുകയാണെങ്കിൽ ഉടൻ തന്നെ അവരുടെ വിവാഹം നടത്തുന്നതാണ്. അതിനായി കുടുംബത്തിലെ സകല സ്വത്തുക്കളും വിറ്റാണെങ്കിലും ആ ചടങ്ങ് അവർ പൂർത്തിയാക്കിയിരിക്കും. അത് കാരണം തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ധാരാളം പെൺകുട്ടികൾ അമ്മയാകുകയും പ്രസവത്തോടുകൂടി പലരും മരണപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അനാഥരാകുന്ന കുഞ്ഞുങ്ങളെ ആ മരണപ്പെടുന്ന അമ്മയുടെ സഹോദരിമാരാണ് പിന്നീട് സംരക്ഷിക്കേണ്ടി വരുന്നത്. എന്നാൽ ലക്ഷ്മി ഒരു നാൾ അവിടെ എത്തിയ ഡോക്ടറുടെ ടെലസ്കോപ്പ് എടുത്ത് തൻ്റെ ഹാർട്ട് ബീറ്റ് പരിശോധിക്കുമ്പോഴേക്കും അവൾക്ക് ഒരു ഡോക്ടറാകണമെന്ന ആഗ്രഹം ഉള്ളിലുദിച്ചു. എന്നാൽ ഗ്രാമത്തിലെ ശക്തമായ നിയമം കാരണം അവളുടെ സ്കൂളുകളിൽ വലിയ ക്ലാസ്സുകളിൽ പഠിക്കാൻ പെൺകുട്ടികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവളുടെ കൂട്ടുകാരി സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു. എന്നാൽ പോലും ആ പെൺകുട്ടി പ്രായമായതോടുകൂടി അവളുടെ വിവാഹം നടത്തുവാൻ വീട്ടുകാർ നിശ്ചയിച്ചു. മഹാറാണിയെപ്പോലെ താൻ ജീവിക്കുമെന്ന് കരുതി വീട്ടുകാരുടെ ഇഷ്ടത്തിന് വഴങ്ങി വിവാഹിതയായ ആ പെൺകുട്ടിക്ക് ഒരു മൃഗത്തിന്റെ വില പോലും ചെന്നുകയറിയ വീട്ടിൽ ലഭിച്ചിരുന്നില്ല. കുത്തുവാക്കുകളും പരിഹാസങ്ങളും കൊണ്ട് ഈ ജീവിതം ഞാൻ മടുത്തു എന്ന് പറഞ്ഞ് കരയുന്ന തന്റെ കൂട്ടുകാരിയെ കണ്ട് ലക്ഷ്മിയും വല്ലാതെ ഭയപ്പെട്ടു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു നാൾ ലക്ഷ്മിക്ക് അതിശക്തമായ വയറുവേദന അനുഭവപ്പെട്ടു. തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. അവൾ കുറപ്പുണ്ടായിരുന്നു ഈ സത്യം വീട്ടിലോ നാട്ടുകാരോ അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഡോക്ടറാകണമെന്നുള്ള എന്നാൽ അവൾ കുറപ്പുണ്ടായിരുന്നു ഈ സത്യം വീട്ടുകാരോ നാട്ടുകാരോ അറിഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഡോക്ടറാകണമെന്നുള്ള ആഗ്രഹം തനിക്ക് ഈ ജീവിതകാലത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഈ സത്യം ആരും അറിയാതെ ഒളിച്ചു വെക്കാമെന്ന് അവൾ തീരുമാനിക്കുകയാണ്. അധികം താമസിയാതെ നാട്ടിൽ ഉത്സവം ആരംഭിച്ചു. അവിടെ ദേവിക്ക് കന്യകയായ പെൺകുട്ടികൾ കുംഭാഭിഷേകം നടത്തേണ്ടതുണ്ട്. അതിനായി ലക്ഷ്മിയെയും തിരഞ്ഞെടുത്തു. അപ്പോഴേക്കും അവിടേക്ക് കടന്നുവന്ന മുത്തശ്ശി ഉച്ചത്തിൽ വിളിച്ച് പറയുകയാണ്, ഉഗ്രശക്തിയുള്ള ദേവിയാണ്, ഒരു പാകപ്പിഴയും ഇല്ലാതെ വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. എന്തെങ്കിലും ഒരു പാകപ്പിഴ വന്നു കഴിഞ്ഞാൽ ജീവിതം അവസാനിച്ചു എന്ന് കരുതിക്കോളൂ. ോടുകൂടി ലക്ഷ്മിയുടെ ഭയം ഇരട്ടിച്ചു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൾ ആരും അറിയാതെ തന്റെ ചേച്ചിയെ സഹായിക്കാനെന്ന രൂപേണ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അവളുടെ അമ്മ ഇത് കണ്ട് അവളെ വീണ്ടും പിടിച്ചുകൊണ്ടുവന്ന് വരിയിൽ നിർത്തുകയാണ്.